Welcome to Forward Steps Vlogs. This is the fourth part of previous questions and answers related to Kerala Service Rules exam conducted by Kerala Public Service Commission. If this part is useful, then please subscribe and like the channel and enable bell icon for notification. Wish you all the best. ഒരു ഉദ്യോഗസ്ഥൻ 31/7/2021 32 വർഷവും 3 മാസവും യോഗ്യതാ സേവനം പൂർത്തിയാക്കി സർവീസിൽ നിന്ന് വിരമിച്ചു. അന്നത്തെ അടിസ്ഥാന ശമ്പളം 55,200 രൂപയും DA 7%വുമാണ്. എങ്കിൽ DCRG കണക്കാക്കുക. ഉത്തരം 9,74,256 രൂപ. മെഡിക്കൽ ബോർഡിൽ ഒരു ജീവനക്കാരന് സർവീസിൽ തുടരാൻ കഴിവില്ലെന്ന് മെഡിക്കൽ ഓഫീസർ സാക്ഷ്യപ്പെടുത്തുന്നു. അയാൾക്ക് ഏത് തരത്തിലുള്ള പെൻഷൻ അനുവദിക്കാം? ഉത്തരം ഇൻവാലിഡ് പെൻഷൻ. ഓഫീസറുടെ ട്രാൻസ്ഫർ വഴിയുള്ള ഒരു യാത്ര എവിടെയാണ് ആരംഭിക്കുന്നതും അവസാനിക്കുന്നതും? ഉത്തരം വീട്. സംസ്ഥാന സർക്കാർ ജീവനക്കാർക്ക് ബാധകമായ കുടുംബ പെൻഷൻ താഴെ പറയുന്ന ഏത് തീയതിയിലാണ് നിലവിൽ വന്നത്? ഉത്തരം 1/4/1964. പെൻഷൻ കമ്മ്യൂട്ടേഷൻ എന്നാൽ തുടർന്നുള്ള എത്ര വർഷങ്ങളിലെ പ്രതിമാസ പെൻഷന്റെ ഒരു പ്രത്യേക ഭാഗത്തിന്റെ മുൻകൂർ പേയ്മെന്റ് ആണ്? ഉത്തരം 12 വർഷത്തെ. 7 വർഷം സേവനം പൂർത്തിയാക്കിയ ഒരു പെൻഷനറുടെ എക്സ്ഗ്രേഷ്യ പെൻഷൻ താഴെ പറയുന്നതിൽ ഏതാണ്? ഉത്തരം 8,250 രൂപ. ഡെത്ത് കം റിട്ടയർമെന്റ് ഗ്രാറ്റുവിറ്റിക്കുള്ള ഏറ്റവും കുറഞ്ഞ യോഗ്യതാ സേവനം? ഉത്തരം 5 വർഷം. GOP നമ്പർ 30/2021 ഫിൻ ഡേറ്റഡ് 12/2/2021 പ്രകാരം ഒരു പെൻഷനർക്ക് അനുവദനീയമായ പരമാവധി പെൻഷൻ? ഉത്തരം 83,400 രൂപ. മിനിമം പെൻഷനുള്ള യോഗ്യതാ സേവനം? ഉത്തരം 10 വർഷം. സ്വമേധയാ വിരമിക്കുന്നതിനുള്ള ഏറ്റവും കുറഞ്ഞ യോഗ്യതയുള്ള സേവന വർഷം? ഉത്തരം 20 വർഷം. താഴെ പറയുന്ന സേവനങ്ങളിൽ ഏതാണ് പെൻഷനായി കണക്കാക്കാത്തത്? ഉത്തരം മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഇല്ലാതെയുള്ള LWA. പീസ് റേറ്റ് അടിസ്ഥാനത്തിൽ ശമ്പളം ലഭിക്കുന്ന പ്രസ് ജീവനക്കാരുടെ കാര്യത്തിൽ ശരാശരി ശമ്പളത്തിന്റെ കാലയളവ് എത്ര മാസങ്ങളിലായിരിക്കും? ഉത്തരം 24 മാസം. ശരാശരി ശമ്പളം എന്നാൽ കഴിഞ്ഞ എത്ര മാസങ്ങളിലെ യോഗ്യതാ സേവനത്തിന്റെ ശരാശരി കണക്കാക്കിയാണ്? ഉത്തരം 10 മാസങ്ങളിലെ. രൂപ അടിസ്ഥാന ശമ്പളമുള്ള ഒരു സർക്കാർ ഉദ്യോഗസ്ഥന്റെ ശമ്പള സ്കെയിൽ 1/10/2021 മുതൽ മേൽപ്പറഞ്ഞ ശമ്പള സ്കെയിലാണ്. 31/7/2022 സൂപ്പർ ആനുവേഷനിൽ സർവീസിൽ നിന്നും വിരമിച്ചു. എല്ലാ മാർച്ചിലുമാണ് ഇൻക്രിമെന്റ്. എങ്കിൽ ശരാശരി ശമ്പളം കണക്കാക്കുക. ഉത്തരം 34,350 രൂപ. യോഗ്യതാ സേവനം ഒരു ദിവസമാണെങ്കിൽ പോലും താഴെ പറയുന്നവയിൽ ഏതിലാണ് പെൻഷന് വേണ്ടി 1 വർഷം പൂർത്തിയായതായി കണക്കാക്കുന്നത്? ഉത്തരം 29 വർഷവും 1 ദിവസവും. ഇൻവാലിഡ് പെൻഷനിൽ വിരമിക്കുന്ന ഒരു ജീവനക്കാരൻ അവന്റെ ശമ്പളത്തിന്റെ പരമാവധി എത്ര മടങ്ങ് DCRGക്ക് അർഹതയുണ്ട്? ഉത്തരം 12 മടങ്ങ്. റവന്യൂ വകുപ്പിൽ ജോലി ചെയ്യുന്ന 42,300 രൂപ അടിസ്ഥാന ശമ്പളം വാങ്ങുന്ന ഒരു LD ക്ലർക്കിന്റെ 1/7/2020 ശമ്പള സ്കെയിൽ മേൽപ്പറഞ്ഞവയാണ്. മേൽപ്പറഞ്ഞ ശമ്പള സ്കെയിൽ 1/11/2020 UD ക്ലർക്കായി പ്രമോഷൻ ലഭിച്ചു. പ്രമോഷൻ തീയതിയിലെ ശമ്പളം നിശ്ചയിക്കുക. ഉത്തരം 44,500 രൂപ.
താഴെ പറയുന്ന അവധികളിൽ ഏതിനാണ് LTC സ്വീകാര്യമായത്? ഉത്തരം ഹാഫ് പേ ലീവിന്. ഒരു സർക്കാർ ജീവനക്കാരന് അനുവദനീയമായ തുകയുടെ എത്ര ശതമാനം TA അഡ്വാൻസ് അനുവദിക്കാം? ഉത്തരം 75%. ഒരു ട്രാൻസ്ഫർ TA ബിൽ സമർപ്പിക്കുന്നതിനുള്ള സമയപരിധി? ഉത്തരം 6 മാസത്തിനുള്ളിൽ സമർപ്പിക്കണം. GOP നമ്പർ 27/2021 ഫിൻ ഡേറ്റഡ് 10/2/2021 പ്രകാരം താഴെ പറയുന്നവയിൽ ഗ്രേഡ് 2 ഉദ്യോഗസ്ഥന്റെ 1/3/2021 മുതലുള്ള ആകസ്മിക ചെലവാണ്? ഉത്തരം 70 പൈസ പെർ കിലോമീറ്റർ. സേവനത്തിലെ ആദ്യ നിയമനത്തിനായി മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കുന്നത് താഴെ പറയുന്ന റാങ്കിന് താഴെയല്ലാത്ത ഒരു മെഡിക്കൽ ഓഫീസറിൽ നിന്നായിരിക്കും. ഉത്തരം സിവിൽ സർജൻ. GOP നമ്പർ 27/2021 ഫിൻ തീയതി 10/2/2021 പ്രകാരം എത്ര രൂപയും അതിനു മുകളിലും അടിസ്ഥാന ശമ്പളം വാങ്ങുന്ന എല്ലാ ഓഫീസർമാരെയും TA കണക്കാക്കുന്നതിനായി ഗ്രേഡ് 1 ഓഫീസറായി പരിഗണിക്കപ്പെടുന്നത്? ഉത്തരം 70,000 രൂപ. നിലവിലെ ചുമതലകളിൽ അഡീഷണൽ ചാർജ് കൈവശം വയ്ക്കുന്നതിന് അനുവദനീയമായ ചാർജ് അലവൻസ്? ഉത്തരം 2%. മേൽപ്പറഞ്ഞ ശമ്പള സ്കെയിലിൽ ഒരു ഓഫീസ് അറ്റൻഡന്റ് 1/8/2020 FN-ൽ സർവീസിൽ പ്രവേശിച്ചു. 1/8/2021 മുതൽ അദ്ദേഹത്തിന്റെ പ്രൊമോഷൻ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ മൂന്നാമത്തെ ഇൻക്രിമെന്റ് ശമ്പളം? ഉത്തരം 25,100 രൂപ. മിസ്റ്റർ എക്സിന്റെ അടിസ്ഥാന ശമ്പളം 1,32,100 രൂപ. ശമ്പള സ്കെയിൽ 1/5/2021 മേൽപ്പറഞ്ഞവയാണ്. മേൽപ്പറഞ്ഞ ശമ്പള സ്കെയിലിൽ പ്രൊമോട്ട് ചെയ്യുന്നു. സ്ഥാനക്കയറ്റം ലഭിച്ച തസ്തികയിൽ അദ്ദേഹത്തിന്റെ ശമ്പളം നിശ്ചയിക്കുകയും 1/8/2021 അടുത്ത ഇൻക്രിമെന്റ് കണക്കാക്കുകയും ചെയ്യുക. ഉത്തരം 1,37,700 രൂപ. എൻട്രി പോസ്റ്റിലെ മൊത്തം എത്ര വർഷത്തെ സേവനവും റെഗുലർ പ്രൊമോഷൻ, പോസ്റ്റ് ആൻഡ് ടൈം ബൗണ്ട് ഹയർ ഗ്രേഡും ഒരുമിച്ച് പൂർത്തിയാക്കിയാൽ തേർഡ് ടൈം ബൗണ്ട് ഹയർ ഗ്രേഡിലേക്ക് കടക്കും? ഉത്തരം 22 വർഷം. പുരുഷ ജീവനക്കാർക്ക് വന്ധ്യംകരണത്തിന് വിധേയമാകുന്നതിന് എത്ര ദിവസത്തെ പ്രത്യേക ക്യാഷ്വൽ അവധി അനുവദിക്കുന്നു? ഉത്തരം 6 ദിവസത്തെ. സ്വമേധയാ വിരമിക്കുന്ന സാഹചര്യത്തിൽ അനുവദനീയമായ പരമാവധി സേവന പ്രാധാന്യം? ഉത്തരം 5 വർഷം വരെ. യാത്രാ അലവൻസ് നൽകുന്നതിനുള്ള പ്രാഥമിക വ്യവസ്ഥ ഇതാണ്? ഉത്തരം യാത്ര പൊതു താൽപര്യത്തിനായിരിക്കണം. സൗജന്യ ഭക്ഷണവും താമസവും നൽകിയിട്ടുണ്ടെങ്കിൽ DA യോഗ്യത? ഉത്തരം 4ൽ 1 ഭാഗം DA. ശമ്പളം പരമാവധി ശമ്പള സ്കെയിലിൽ എത്തുകയാണെങ്കിൽ ജീവനക്കാർക്ക് ഇനി പറയുന്നവയ്ക്ക് അർഹതയുണ്ട്. ഉത്തരം സ്റ്റാഗ്നേഷൻ, വർധനവിന്. നിലവിൽ എത്ര വർഷങ്ങളുടെ സേവനം പൂർത്തിയാക്കുമ്പോൾ ആദ്യമായി ടൈം ബൗണ്ട് ഹയർ ഗ്രേഡ് നൽകുന്നത്? ഉത്തരം 8 വർഷം പൂർത്തിയാക്കുമ്പോൾ. സഹകരണ ഓഡിറ്റിംഗ് വകുപ്പിലെ ഒരു ഇൻസ്പെക്ടർ തന്റെ ഔദ്യോഗിക ഡ്യൂട്ടിയുടെ ഭാഗമായി ഹെഡ്ക്വാർട്ടേഴ്സിൽ 60 മണിക്കൂർ തങ്ങുകയുണ്ടായി. ഈ ഉദ്യോഗസ്ഥൻ അനുവദനീയമായ DA? ഉത്തരം DA ഇല്ല.
കമ്മ്യൂട്ടഡ് ലീവ് അനുവദിക്കുന്നതിനുള്ള പരമാവധി പരിധി. ഉത്തരം പരിധിയില്ല. KSR ഭാഗം 1 അനുബന്ധം 12B കൈകാര്യം ചെയ്യുന്നത്. ഉത്തരം പഠനത്തിനായുള്ള അവധി. പിതൃത്വ അവധി പ്രസവത്തിനു ശേഷം എത്ര മാസത്തിനുള്ളിൽ എടുക്കണം? ഉത്തരം 3 മാസത്തിനുള്ളിൽ. ഒരു ജീവനക്കാരൻ മലയോര മേഖലയിൽ യാത്ര ചെയ്യുമ്പോൾ അനുവദനീയമായ മൈലേജ് അലവൻസിന്റെ ശതമാനം. ഉത്തരം 25%. TA കണക്കാക്കുന്നതിനു വേണ്ടി ഉദ്യോഗസ്ഥരെ എത്ര വിഭാഗങ്ങളായി തരംതിരിച്ചിരിക്കുന്നു? ഉത്തരം 4 വിഭാഗങ്ങളായി. പരമാവധി എത്ര കാലയളവിലേക്ക് ചാർജ് അലവൻസ് നൽകാം? ഉത്തരം 3 മാസത്തേക്ക്. ഒരു ജീവനക്കാരൻ സേവനത്തിൽ തുടരാൻ കഴിവില്ലാത്തയാളാണെന്ന് സാക്ഷ്യപ്പെടുത്തിയാൽ അയാൾക്ക് ഏത് പെൻഷനാണ് അർഹതയുള്ളത്? ഉത്തരം ഇൻവാലിഡ് പെൻഷന്. കമ്മ്യൂട്ടേറ്റഡ് ലീവ് ലഭിക്കുന്നതിന് ആവശ്യമായ ഏറ്റവും കുറഞ്ഞ വർഷത്തെ സേവനം. ഉത്തരം 3 വർഷത്തെ. സംസ്ഥാന സർവീസിലെ ഒരു മുഴുവൻ സമയ ജീവനക്കാരന്റെ വിരമിക്കൽ പ്രായം. ഉത്തരം 56 വയസ്സ്. KSR ഭാഗം 3 പ്രകാരം കമ്മ്യൂട്ട് ചെയ്യാൻ കഴിയുന്ന പെൻഷന്റെ പരമാവധി ഭാഗം. ഉത്തരം 40%. സ്വരാജ് ഭവൻ തിരുവനന്തപുരത്ത് ജോലി ചെയ്യുന്ന ഒരു LDCയെ പൊതു താൽപര്യപ്രകാരം 3 കിലോമീറ്റർ അകലെയുള്ള വികാസ് ഭവനിലെ ഒരു ഓഫീസിലേക്ക് മാറ്റി. 25/5/2023 PM ഉദ്യോഗസ്ഥനെ റിലീവ് ചെയ്തു. ഏത് തീയതിയിലാണ് അദ്ദേഹം ഡ്യൂട്ടിക്കായി ചേരേണ്ടത്? ഉത്തരം 27/5/2023 FN. പെൻഷൻ അടുത്ത ഉയർന്ന രൂപയിലേക്ക് മാറ്റുന്നു. ഈ പ്രസ്താവനയ്ക്ക് അനുയോജ്യമായ അഭിപ്രായം അടയാളപ്പെടുത്തുക. ഉത്തരം KSR ചട്ടം 58 ഭാഗം 3 പരാമർശിച്ചിരിക്കുന്നതിനാൽ പ്രസ്താവന ശരിയാണ്. DCRG അനുവദിക്കുന്നതിന് ആവശ്യമായ ഏറ്റവും കുറഞ്ഞ സേവനം. ഉത്തരം 5 വർഷം. ഒരു അസിസ്റ്റന്റിനെ ഡൽഹിയിലെ കേരള ഹൗസിലേക്ക് മാറ്റുന്നു. ജോയിൻ ചെയ്യാൻ അനുവദനീയമായ പരമാവധി സമയം. ഉത്തരം 30 ദിവസം. വിരമിച്ച ഉദ്യോഗസ്ഥനെതിരെ വകുപ്പ് തല അന്വേഷണമോ നടപടികളോ നടക്കുന്നുണ്ടെങ്കിൽ അയാൾക്ക് താഴെ പറയുന്നവയ്ക്ക് മാത്രമേ അർഹതയുള്ളൂ. ഉത്തരം താൽക്കാലിക പെൻഷന്. ഒരു GST കേസുമായി ബന്ധപ്പെട്ട് അവധിയിലുള്ള ഡെപ്യൂട്ടി കമ്മീഷണറെ കോടതിയിൽ വിളിച്ചു വരുത്തുന്നു. അയാൾക്ക് TA ലഭിക്കാൻ അർഹതയുണ്ടോ? ഉത്തരം അതെ, അയാൾ അർഹനാണ്. താഴെ പറയുന്ന വിവരങ്ങളിൽ നിന്ന് അടയ്ക്കേണ്ട പെൻഷൻ കണക്കാക്കുക. മൊത്തം സേവനം 27 വർഷം. യോഗ്യതയില്ലാത്ത സേവനം 1 വർഷം. കഴിഞ്ഞ 10 മാസത്തെ മൊത്തം വേതനം 7,50,000 രൂപ. ഉത്തരം 32,500 രൂപ. 1/4/2013 അതിനുശേഷമോ സർവീസിൽ പ്രവേശിക്കുന്ന ജീവനക്കാരുടെ വിരമിക്കൽ പ്രായം. ഉത്തരം 60 വയസ്സ്. ജോയിൻ സമയം കണക്കാക്കുന്നതിന് ഞായറാഴ്ചകൾ സാധാരണയായി. ഉത്തരം ഒഴിവാക്കിയിരിക്കുന്നു.
യോഗ്യതയുള്ള അധികാരിയുടെ അനുമതിയില്ലാതെ ഒരു പ്രത്യേക സ്ഥലത്ത് തങ്ങുന്നത് എത്ര ദിവസങ്ങളിൽ കൂടുതലാണെങ്കിൽ DA അനുവദനീയമല്ല? ഉത്തരം 10 ദിവസത്തിൽ കൂടുതലാണെങ്കിൽ. ഒരു ഓഫീസർ തുടർച്ചയായ എത്ര ദിവസത്തെ താമസത്തിനു ശേഷം അങ്ങനെ താമസിക്കുന്ന സ്ഥലം ഉദ്യോഗസ്ഥന്റെ താൽക്കാലിക ആസ്ഥാനമായി കണക്കാക്കുന്നത്? ഉത്തരം 10 ദിവസത്തെ. DCRGക്ക് പരിഗണിക്കുന്ന പരമാവധി സേവന കാലയളവ്? ഉത്തരം 33 വർഷം. സമാന സ്കെയിൽ പ്രമോഷന്റെ കാര്യത്തിൽ താഴെ പറയുന്ന നിയമങ്ങളിൽ ഏതാണ് ബാധകമാകുന്നത്? ഉത്തരം റൂൾ 30 ഭാഗം 1 KSR. കമ്മ്യൂട്ടഡ് ലീവ് എന്നത് ഏത് ലീവിന്റെ പരിവർത്തനമാണ്? ഉത്തരം ഹാഫ് പേ. KSR ഏത് ആക്ടിന് കീഴിലാണ് രൂപീകരിച്ചിരിക്കുന്നത്? ഉത്തരം കേരള പബ്ലിക് സർവീസ് ആക്ട് 1968. നിശ്ചിത സമയപരിധിക്കുള്ളിൽ ഉയർന്ന ഗ്രേഡ് നൽകുന്നതിന് വകുപ്പ് പാസ് ചെയ്യേണ്ടത് ആവശ്യമാണോ? ഉത്തരം ഇല്ല, അത് ആവശ്യമില്ല. ഒരു ഉദ്യോഗസ്ഥൻ 29 വർഷവും 179 ദിവസവും മൊത്ത യോഗ്യതാ സർവീസ് നടത്തി. പെൻഷൻ കണക്കാക്കുന്നതിന്റെ ആവശ്യത്തിനായി യോഗ്യതാ സേവനം എങ്ങനെ കണക്കാക്കാം? ഉത്തരം 30 വർഷം. കേരള സ്റ്റേറ്റ് ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റിലെ ഒരു സീനിയർ ഗ്രേഡ് ഓഡിറ്റർ 10 ദിവസത്തെ കാഷ്വൽ ലീവിന് അപേക്ഷിച്ചിരുന്നുവെങ്കിലും മേലുദ്യോഗസ്ഥൻ കാഷ്വൽ ലീവ് നിരസിക്കുകയും 10 ദിവസത്തേക്ക് ഏൺ ലീവ് അനുവദിക്കുകയും ചെയ്തിരുന്നു. സുപ്പീരിയർ ഓഫീസറുടെ ഉചിതമായ ഒരഭിപ്രായം അടയാളപ്പെടുത്തുക. ഉത്തരം നിയമം തെറ്റായിരുന്നു. തിരുവനന്തപുരത്ത് ജോലി നോക്കുന്ന കേരള സ്റ്റേറ്റ് ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റിലെ ഒരു ഓഡിറ്റർ ഔദ്യോഗിക ചുമതലകൾ നിർവഹിക്കുന്നതുമായി ബന്ധപ്പെട്ട 14 ദിവസം എറണാകുളത്ത് താമസിക്കണം. ഈ ഓഡിറ്റർക്ക് സ്വീകാര്യമായ DA നിങ്ങൾ എങ്ങനെ കണക്കാക്കും? ഉത്തരം 14 ദിവസത്തേക്ക് DA നൽകുന്നു. കണ്ടീജന്റ് ജീവനക്കാർക്ക് ഒരു വർഷത്തിനുള്ളിൽ ലഭിക്കാവുന്ന പരമാവധി ഏൺ ലീവ്? ഉത്തരം 15 ദിവസം. ഒരു ജീവനക്കാരന് ഡെപ്യൂട്ടേഷനിൽ തുടരാൻ അനുവദിക്കുന്ന പരമാവധി കാലയളവ്? ഉത്തരം 5 വർഷം. ആസ്ഥാനത്ത് നിന്നും ഔട്ട് സ്റ്റേഷനിൽ നിന്നുമുള്ള ദൂരം എത്ര കിലോമീറ്ററിൽ കൂടുതലാണെങ്കിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ തലേ ദിവസം യാത്ര നടത്താനും അടുത്ത ദിവസം ഔദ്യോഗിക ജോലിക്ക് മടങ്ങാനും കഴിയും? ഉത്തരം 50 കിലോമീറ്ററിൽ. താഴെ പറയുന്നവയിൽ ഏതാണ് പെൻഷൻ കണക്കുകൂട്ടലിന്റെ അടിസ്ഥാനം? ഉത്തരം കഴിഞ്ഞ 10 മാസത്തെ ശരാശരി ശമ്പളം. ലീവ് അക്കൗണ്ടിൽ ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ അടങ്ങിയിരിക്കുന്നു. ഉത്തരം ഏൺ ലീവുമായി. നിലവിലെ പെൻഷൻ കമ്മ്യൂട്ടേഷന്റെ നിരക്ക്? ഉത്തരം 40%. ബോയ് സർവീസ് എന്നാൽ എന്ത്? ഉത്തരം 18 വയസ്സിന് മുമ്പുള്ള സേവനം. തുടർച്ചയായി 10 ദിവസം താമസിക്കുകയാണെങ്കിൽ ആ സ്ഥലം എന്തായി കണക്കാക്കും? ഉത്തരം താൽക്കാലിക ഹെഡ്ക്വാർട്ടേഴ്സ്. 10 മാസം ഔട്ട് സ്റ്റേഷനിൽ ജോലി ചെയ്തിരുന്ന ഒരു വില്ലേജ് ഓഫീസറുടെ അഭ്യർത്ഥന മാനിച്ച് കൊല്ലം ഹോം സ്റ്റേഷനിലേക്ക് സ്ഥലമാറ്റം ലഭിച്ചു. അദ്ദേഹം TA ട്രാൻസ്ഫറിന് യോഗ്യനാണോ? ഉത്തരം അർഹതയില്ല.
ഒരു LDC ഒരു ഗ്രാമപഞ്ചായത്തിൽ 1/9/2021 ചേർന്നു. സെക്രട്ടറി അദ്ദേഹത്തിന് 31/12/2021 വരെ 20 ദിവസത്തെ കാഷ്വൽ ലീവ് അനുവദിച്ചു. ഇതിനെക്കുറിച്ച് അഭിപ്രായം രേഖപ്പെടുത്തുക. ഉത്തരം: സെക്രട്ടറിയുടെ പ്രവൃത്തി സാധുതയുള്ളതാണ്. പെൻഷൻ എത്ര വർഷങ്ങളോളം പിൻവലിക്കാതെ കിടക്കുന്നുവെങ്കിൽ പെൻഷൻ നൽകുന്നത് ഇല്ലാതാകും? ഉത്തരം: 3 വർഷങ്ങളോളം. ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ യൂണിവേഴ്സിറ്റി കാര്യങ്ങൾക്കായി യാത്ര ചെയ്യുമ്പോൾ TA എവിടെ നിന്നും ലഭിക്കും? ഉത്തരം: യൂണിവേഴ്സിറ്റിയിൽ നിന്നും ലഭിക്കും. ചട്ടം 56 പാർട്ട് 3 KSR വിവരിക്കുന്നത് എന്ത്? ഉത്തരം: സ്വമേധയാ വിരമിക്കൽ. അഡ്വാൻസ് ഇൻക്രിമെന്റ് അനുവദിക്കുന്നത്? ഉത്തരം: ഗവൺമെന്റ്. സ്ഥലം മാറ്റം ഹെഡ്ക്വാർട്ടേഴ്സിലാണെങ്കിൽ ഉദ്യോഗസ്ഥൻ റിലീവ് ആകുന്നത് FN ശനിയാഴ്ച, തുടർന്ന് അവൻ ഡ്യൂട്ടിക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടത്? ഉത്തരം: ശനിയാഴ്ച AN. ജോയിനിങ് ടൈം താഴെ പറയുന്ന ആവശ്യങ്ങൾക്കുള്ള ഡ്യൂട്ടിയായി കണക്കാക്കുന്നു? ഉത്തരം: മേൽപ്പറഞ്ഞവയെല്ലാം. എക്സ് ഗ്രേഷ്യ പെൻഷൻ നിലവിൽ വന്നത്? ഉത്തരം: 1/10/1999. മുൻകൂർ പെൻഷന്റെ കാര്യത്തിൽ എത്ര ശതമാനം DCRG മാത്രമേ അധികാരപ്പെടുത്താവൂ? ഉത്തരം: 75%. ഒരു പഞ്ചായത്ത് സെക്രട്ടറി വകുപ്പ് വാഹനത്തിൽ യാത്ര ചെയ്യുകയും 24 മണിക്കൂറിനുള്ളിൽ ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് മടങ്ങുകയും ചെയ്തു. IC എന്ന രൂപത്തിൽ അയാൾക്ക് അർഹതയുള്ള പരമാവധി തുകയും DAയും എത്ര? ഉത്തരം: പരമാവധി 1 DA. കുട്ടികളെ ദത്തെടുക്കാൻ എത്ര ദിവസത്തേക്ക് അവധി അനുവദിക്കുന്നു? ഉത്തരം: 180 ദിവസം. ഏതവധി ഒരു അവധിയായി അംഗീകരിക്കപ്പെടുന്നില്ല? ഉത്തരം: കാഷ്വൽ ലീവ്. ചേരുന്ന തീയതി എത്ര മാസങ്ങൾക്കപ്പുറമാണെങ്കിൽ അഡ്വൈസ് തീയതി സീനിയോറിറ്റിയായി കണക്കാക്കില്ല, എന്നാൽ ചേരുന്ന തീയതി സീനിയോറിറ്റിയായി കണക്കാക്കും? ഉത്തരം: 3 മാസം. താഴെ പറയുന്നവയിൽ ഏതാണ് ഇൻക്രിമെന്റായി കണക്കാക്കാത്തത്? ഉത്തരം: മേൽപ്പറഞ്ഞവയെല്ലാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് സ്പെഷ്യൽ ലീവ്? ഉത്തരം: പ്രസവാവധി. ഒരു അവധിക്കാല ഡിപ്പാർട്ട്മെന്റ് സ്റ്റാഫ് 60 ദിവസത്തെ മൊത്തം അവധിക്കാലത്ത് 20 ദിവസത്തെ ഡ്യൂട്ടി നിർവഹിച്ചു. അദ്ദേഹം സമ്പാദിക്കുന്ന ഏൺ ലീവിന്റെ എണ്ണം എത്ര? ഉത്തരം: 10 ദിവസം. എത്ര വർഷം യോഗ്യതയുള്ള സേവന വർഷം പൂർത്തിയാക്കാതെ സർവീസിൽ നിന്ന് വിരമിക്കുന്ന പെൻഷൻകാർക്ക് എക്സ് ഗ്രേഷ്യ പെൻഷൻ നൽകുന്നു? ഉത്തരം: 10 വർഷം. അനുബന്ധം 12Bക്ക് കീഴിലുള്ള LWAയുടെ പരമാവധി കാലയളവ് സേവനത്തിന്റെ മുഴുവൻ കാലയളവിലെയും എത്ര വർഷമായി പരിമിതപ്പെടുത്തിയിരിക്കുന്നു? ഉത്തരം: 5 വർഷമായി. പെൻഷനിലേക്കുള്ള യോഗ്യതാ സേവനം കണക്കാക്കുക. ഇതിൽ 34 വർഷത്തെ മൊത്തം സേവനം, 3 വർഷത്തെ സസ്പെൻഷൻ കാലയളവ് LWA ആയി അംഗീകരിച്ചു. മെഡിക്കൽ കാരണങ്ങളാൽ LWA 2 വർഷം, നോൺ മെഡിക്കൽ കാരണങ്ങളാൽ LWA 4 വർഷം. ഉത്തരം: 27 വർഷം.
പ്രത്യേക കാഷ്വൽ ലീവ് മറ്റു തരത്തിലുള്ള അവധിയുമായി സംയോജിപ്പിക്കാം. ഈ പ്രസ്താവനയ്ക്ക് അനുയോജ്യമായ അഭിപ്രായം അടയാളപ്പെടുത്തുക. ഉത്തരം: പ്രസ്താവന ശരിയാണ്. ഗർഭചിത്രത്തിനുള്ള അവധിയുടെ കാര്യത്തിൽ താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് തെറ്റ്? ഉത്തരം: ഇത് ഏൺ ലീവായി കണക്കാക്കുന്നു. ജോലി തീർന്നിട്ടും മറ്റെന്തെങ്കിലും കാരണത്താൽ ക്യാമ്പിൽ തുടരുന്നുവെങ്കിൽ ഉത്തരം: DA ഇല്ല. കുടുംബ പെൻഷന്റെ ഉയർന്ന നിരക്ക് അവസാനത്തെ ശമ്പളത്തിന്റെ എത്ര ശതമാനമാണ്? ഉത്തരം: 50%. താൽക്കാലിക പെൻഷന് നിർദ്ദേശിച്ചിട്ടുള്ള പരമാവധി പരിധി എത്രയാണ്? ഉത്തരം: പരിധി നിർദ്ദേശിച്ചിട്ടില്ല. ഒരു ജീവനക്കാരൻ സസ്പെൻഷനിലായിരിക്കുമ്പോൾ താഴെ പറയുന്ന ഏത് അവധിയാണ് അനുവദിക്കുക? ഉത്തരം: മേൽപ്പറഞ്ഞവ ഒന്നുമല്ല. പരമാവധി എത്ര കാലയളവിലേക്ക് പ്രത്യേക വൈകല്യാവധി അനുവദിച്ചിരിക്കുന്നു? ഉത്തരം: 24 മാസം. ഒരു ജീവനക്കാരൻ സേവനത്തിന്റെ ആദ്യ വർഷത്തിൽ മരിക്കുകയാണെങ്കിൽ അനുവദനീയമായ DCRG. ഉത്തരം: അവസാന ശമ്പളത്തിന്റെ 2 മടങ്ങ്. പാർട്ട് ടൈം കണ്ടീജന്റ് ജീവനക്കാർക്ക് അർഹതയുള്ള പ്രസവാവധി ദിവസങ്ങൾ ഡാഷ് ആണ്. ഉത്തരം: 180 ദിവസമാണ്. താഴെ പറയുന്നവയിൽ KSR ബാധകമാണ്. ഉത്തരം: 1/11/1956 അതിനുശേഷമോ സേവനത്തിൽ പ്രവേശിച്ചവർ. താഴെ പറയുന്ന സേവനങ്ങളിൽ ഏതാണ് കോമ്പൻസേറ്ററി അലവൻസ്? ഉത്തരം: മേൽപ്പറഞ്ഞവയെല്ലാം. താഴെ പറയുന്ന സേവനങ്ങളിൽ ഏതാണ് ഇൻക്രിമെന്റിന് വിധേയമല്ലാത്തത്? ഉത്തരം: സസ്പെൻഷൻ കാലാവധി LWA ആയി ക്രമീകരിച്ചു. താഴെ പറയുന്ന സേവനങ്ങളിൽ ഏതാണ് പ്രൊബേഷനായി കണക്കാക്കാത്തത്? ഉത്തരം: അനുബന്ധം 12A കീഴിൽ LWA.